നമ്മൾ വേദപാഠത്തിനൊക്കെ പഠിക്കുന്നതല്ലേ, 1-ാം ക്ലാസ് നമ്മൾ പഠിച്ചു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ തിങ്കളാഴ്ച നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മളുടെ ടീച്ചർ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു എക്സാമിന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നു, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റി ഒരു ഖണ്ഡിക എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം എഴുതുമോ? എഴുതിയാൽ എത്ര മാർക്ക് കിട്ടും? 0 മാർക്ക് കിട്ടും അല്ലേ? ഇത് ഭയങ്കരമായൊരു കോൺട്രഡിക്ഷൻ അല്ലേ? എനിക്ക് മനസ്സിൽ എപ്പോഴും ഒരു സംശയമായിരുന്നു, എന്താണ് ഇത്? ശാസ്ത്രം ഒരിക്കലും എന്നെ പിന്തുണയ്ക്കുന്നില്ലല്ലോ. ഇത് മുൻപോട്ട് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, യഥാർത്ഥ ശാസ്ത്രം നമ്മൾ കണ്ടെത്തുന്നില്ല. നമ്മൾ ഒരു 15-20 വർഷം മുമ്പത്തെ ഒരു സിലബസിലാണ് ഇപ്പോഴും നമ്മുടെ സിലബസും നമ്മുടെ മെഡിസിനും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്താലാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു 20 വർഷമോ 25 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കരിക്കുലത്തിൽ നമ്മുടെ മക്കൾ പഠിക്കുമായിരിക്കും. ഈ വൈദ്യശാസ്ത്രം തന്നെ 1648 വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ലിവർ പമ്പ്സ് ബ്ലഡ് എന്നായിരുന്നു. ബ്ലഡ് പമ്പ് ചെയ്യുന്ന അവയവം ഹൃദയമാണെന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 350 വർഷം ആയിട്ടുള്ളൂ. ഇന്ന് ഹാർട്ട് പമ്പ്സ് ബ്ലഡ് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ടോ? ഇല്ല, അതും മാറി. ഹാർട്ട് റെഗുലേറ്റ്സ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് എന്നാണ് ഇന്ന് വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഹാർട്ട് ഡസൻ പമ്പ് ബ്ലഡ്. ഹാർട്ട് എന്ന് പറയുന്നത് 300 ഗ്രാം ഭാരമുള്ള ഒരു അവയവമാണ്. നമ്മുടെ രക്തക്കുഴലുകളെല്ലാം നീട്ടി വെച്ചാൽ എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടാവും? 8 ലക്ഷം കിലോമീറ്റർ നീളമുണ്ട്. ഇത്രയും വലിയൊരു സർക്കുലേറ്ററി സിസ്റ്റത്തിനെ പമ്പ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഒരു അവയവമല്ല ഹാർട്ട്. ഒറ്റ പ്രാവശ്യം പമ്പ് ചെയ്യുള്ളൂ, 2-ാമത്തെ പ്രാവശ്യത്തിൽ അത് കൊളാപ്സ് ആയി പോകും. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിക്കുകയാണ് ഹാർട്ട് റെഗുലേറ്റ്സ് ദ ഫ്ലോ ഓഫ് ബ്ലഡ്. മാറി. ഞാൻ ഡെന്റിസ്ട്രി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏകദേശം ഒരു 20% സമയവും ഞങ്ങൾ അമാൽഗം മെറ്റീരിയലിനെ പറ്റിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അമാൽഗം എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത സാധനമുണ്ട്, നിങ്ങളുടെയൊക്കെ വയലടച്ചിട്ടുണ്ടാവും, സിൽവർ അമാൽഗം എന്ന സാധനം. ആ സാധനം ഒരു 15 വർഷം മുമ്പ് അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ തീരുമാനിച്ചു ഇത് പോയിസൺ ആണ്, ഇതിനകത്ത് മെർക്കുറി ഉണ്ട്, ഈ മെറ്റീരിയൽ ഈസ് ബാൻഡ്, നോ മോർ യൂസ്ഡ്. ഇപ്പം നമ്മൾ പഠിച്ചതൊക്കെ എന്തെല്ലാം പഠിച്ചു? ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എല്ലാം വെറുതെ. ഇന്ന് ഡെന്റിസ്റ്റിൽ ആ മെറ്റീരിയൽ ഉപയോഗിക്കുന്നേ ഇല്ല. ശാസ്ത്രം മാറിക്കൊണ്ടേയിരിക്കും. മാറാത്തത് ഒന്നേ ഉള്ളൂ. എന്താ അത്? വചനം. വചനത്തിന് മാറ്റമൊന്നുമില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം, സെൽ ബയോളജിസ്റ്റ് ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ ഇന്നും ജീവിക്കുന്ന മനുഷ്യനാണ്. ഈ ബ്രൂസ് ലിപ്റ്റൺ ഒരു എത്തിസ്റ്റ് ആയിരുന്നു, ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം സെൽ ബയോളജിയിൽ ഗവേഷണങ്ങൾക്ക് നടത്തി. MBBS, MD, PhD അതെല്ലാം കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ക് എല്ലാം കഴിഞ്ഞിട്ട് സെൽ ബയോളജിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ബയോ ഫോട്ടോൺ ക്യാമറ എന്ന് പറഞ്ഞ ക്യാമറ വെച്ചിട്ട് നമ്മുടെ മൈക്രോസ്കോപ്പിനേക്കാൾ ഏകദേശം 500 മടങ്ങ് മാഗ്നിഫിക്കേഷനുള്ള ബയോ ഫോട്ടോൺ ക്യാമറ വെച്ച് ജീവൻ്റെ സെല്ലിൻ്റെ അകത്തെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നതിനകത്ത്. അപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ബയോ ഫോട്ടോൺ ക്യാമറയിലൂടെ കാണാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹം കാണുകയാണ് ഇൻവെർട്ടോ ഫെർട്ടിലൈസേഷനിൽ പുരുഷൻ്റെ സ്പേം ചലിച്ച് സ്ത്രീയുടെ എഗ്ഗുമായി ചേർന്ന് അത് ഉണ്ടാകുന്ന സെല്ലിന് പറയുന്ന പേരാണ് സൈഗോട്ട്. ആ സൈഗോട്ടില് അതൊരു സിംഗിൾ സെല്ലാണ്, ഒറ്റ സെല്ലാണ്. ആ സെല്ലിൽ നിന്ന് 2 ആന്റീന പൊങ്ങി വരുന്നു. ഈ ആന്റീന പുറത്തുനിന്ന് വരുന്ന ഒരു ചാർജിനാൽ ചാർജ് ചെയ്യപ്പെടുന്നു. എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കണ്ട് ഈ മനുഷ്യൻ പറയുകയാണ്, ഓ മൈ ഗോഡ്. അന്ന് മുതൽ അദ്ദേഹം ഒരു വിശ്വാസിയായി മാറി. അദ്ദേഹം ബൈബിൾ കോട്ട് ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വചനം പ്രഘോഷിക്കുന്ന ഒരു വചന പ്രഘോഷകനായി മാറി. അദ്ദേഹത്തിൻ്റെ തീം ഇത്രയേ ഉള്ളൂ: ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഭൂമിയിലെ മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞെടുത്ത് അവൻ്റെ നാസാരന്തരങ്ങളിൽ ജീവന്റെ ശ്വാസം നിശ്വസിച്ചു. ഈ ജീവന്റെ ശ്വാസമാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ബൈബിളല്ല, ശാസ്ത്രം, ദൈവത്തിൻ്റെ ശാസ്ത്രം പറയുന്ന സത്യമാണെന്ന് ഇന്ന് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരു ബൈബിൾ വാക്യം നമുക്ക് ചിന്തിക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം: നിങ്ങളിൽ ആരോഗ്യമുള്ളവർ സ്തുതിഗീതം ആലപിക്കട്ടെ, നിങ്ങളിൽ
ആരെങ്കിലും രോഗിയാണെങ്കിൽ അവർ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. ആരെങ്കിലും പല്ലുവേദന വരുമ്പം വൈദ്യൻ്റെ അടുത്ത് പോകാതെ പ്രാർത്ഥിക്കാൻ പോകാറുണ്ടോ? ഇല്ല. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ പാപവും രോഗവും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് യാക്കോബ് ശ്ലീഹ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനി എങ്ങനെ രോഗം വരുന്നത്? വൈദ്യശാസ്ത്രം പറയുന്നതാണ് നിങ്ങൾക്ക് രോഗം വരുന്നത് എങ്ങനെയാണ്. ഗ്രേസ് എലിസബത്ത് ജാക്സൺ മോളിക്യൂൾസ് ഓഫ് ഇമോഷൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ ഇവര് അമേരിക്കയിലെ ഏറ്റവും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരുടെ അപ്പുറത്തേക്ക് വാക്ക് മെഡിക്കൽ സയൻസിന് പറയാനില്ല. അപ്പോൾ ആ ഗ്രേസ് എലിസബത്ത് ജാക്സൺ എന്ന് പറഞ്ഞ ഡോക്ടർ പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾക്ക് രോഗം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അലമാരയിൽ പോയിട്ട് പാരസെറ്റമോൾ ടാബ്ലറ്റ് എടുത്ത്, അത് തലവേദനയുണ്ട്, തലവേദനയ്ക്ക് പാരസെറ്റമോൾ ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഒഴിഞ്ഞ മൂലയിലേക്ക് അല്ലെങ്കിൽ ഒരു പള്ളിയിലേക്ക്, ഇതൊരു ഡിസ്റ്റർബൻസ് ഉള്ള സ്ഥലത്തേക്ക് പോവുക, നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക, നിങ്ങൾക്ക് ആരോടാണ് വഴക്ക് പിണക്കം നിങ്ങളത് അനലൈസ് ചെയ്യുക, ഓരോരുത്തരുടെ രമ്യപ്പെടുക, നിങ്ങളുടെ അസുഖവും തലവേദനയും മാറും. മനസ്സിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന വെറുപ്പ്, ഞാൻ എൻ്റെ ഭാര്യയെ വെറുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിലെ കോശങ്ങൾക്ക് അത് മനസ്സിലാവില്ല. കാരണം എൻ്റെ ശരീരത്തിലെ കോശങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ആരാലാണ്? ദൈവത്താലാണ്. അപ്പം ഞാൻ ചേട്ടനെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ്, ലൈക്ക്നെസ് ആൻഡ് ഇമേജ് അല്ലേ? ഇതാണ് ഞാൻ ചേട്ടൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പം ഇത്രയും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട എൻ്റെ സഹോദരനെ ഞാൻ വെറുക്കുമ്പോൾ എൻ്റെ സ്വന്തം ശരീരത്തിലെ കോശങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല. ഇതിനെ വൈദ്യശാസ്ത്രം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയും. നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ നമ്മുടെ ശരീരത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന രോഗാവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഇത് ശരീരത്തിലെ പല പല പ്രശ്നങ്ങളായിട്ട് പുറത്തേക്ക് വരും. ലോകത്തിലെ എല്ലാ മതങ്ങളും സഹോദരനെ സ്നേഹിക്കാൻ പറയും. ഓൺലി ജീസസ് ടോൾഡ് ടു ലവ് യുവർ എനിമി. ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞ ഒരേ ഒരാളെ ലോകത്തിലുള്ളൂ, അത് ഈശോയാണ്. ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞ വേറൊരു പ്രസ്ഥാനവും ലോകത്തിലില്ല. ശത്രുവിനെ വെറുക്കണം, പല്ലിന് പകരം പല്ല്, അതൊക്കെ നമുക്കറിയാമല്ലോ. പക്ഷേ ഈശോ നമ്മളോട് പറയുകയാണ് ശത്രുവിനെ സ്നേഹിക്കണം. നമ്മുടെ ശരീരത്തിലെ ഒരു വേർപ്പും ദുർഗന്ധവും ചെളിയും അഴുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നല്ലപോലെ ഒന്ന് കുളിക്കും. ആത്മാവിനെ ഒന്ന് കുളിപ്പിക്കുക, നല്ലതായി അനുരഞ്ജനപ്പെടുക, നല്ലതായി കുമ്പസാരിക്കുക. ജീവിതത്തിൽ 1-2 വർഷം കൂടുമ്പോഴെങ്കിലും ഇതുപോലുള്ള ഒരു സന്ദർഭത്തിൽ കൂടെ ഒന്ന് കടന്നു പോവുക. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അതിനെല്ലാം മുകളിൽ നമ്മുടെ ആത്മാവിനെയും ഒന്ന് പാപവിമുക്തമാക്കുക, കറ മാറ്റുക. നിങ്ങളുടെ അസുഖം മാറും. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.